Hi friends, welcome all of you to my channel on structural design. ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ കണ്ടിന്യൂഷൻ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു 2-way സ്ലാബിൻ്റെ ഡിസൈൻ 4 സ്റ്റെപ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഏതൊക്കെയായിരുന്നു 4 സ്റ്റെപ്സ്? Can you remember? Number 1, selection of the slab. Number 2, effective depth small d and overall depth capital D. Third one, effective span. And fourth one, what is it? The total load, calculation or analysis of the loads, and from that the ultimate load or factored load. Three steps are നമ്മൾ കഴിഞ്ഞത്. Now, what is the next step? Number 5. നിങ്ങൾക്കറിയാം ലോഡ് കാൽക്കുലേഷൻ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് എന്താണ്? നമ്മൾ 1-way സ്ലാബിൽ ചെയ്ത പോലെ തന്നെ എന്താണ്? ഷിയർ ഫോഴ്സ്, മാക്സിമം ഷിയർ ഫോഴ്സ് ആൻഡ് മാക്സിമം ബെൻഡിങ് മൊമെന്റ്, മാക്സിമം BM and maximum SF. Maximum BM നമ്മൾ 1-way സ്ലാബിൽ ചെയ്തപ്പോൾ we use the formula WL squared by 8. We know that in a simply support beam carrying UD load, the maximum BM will be at the center, WL squared by 8. പക്ഷേ ഇവിടെ 2-way സ്ലാബ് ആയതുകൊണ്ട് എന്താണ് നമ്മൾ പഠിച്ച കണ്ടീഷൻസ്? മൊമെന്റ് കാണുന്നത് എങ്ങനെയാണ്? രണ്ട് ഡയറക്ഷനിലേക്കും റീഇൻഫോഴ്സ്മെന്റ് ഡിസൈൻ ചെയ്യണം. രണ്ട് സ്പാനിലും മൊമെന്റ്സ് വരുന്നുണ്ട്, isn't it? അപ്പോൾ രണ്ട് ഡയറക്ഷനിലേക്കുള്ള നമ്മൾ എന്താണ്? MX and MY. MX is equal to alpha x into WU, the factored load or maximum load, into LX squared. ഇതാണ് the moment in the x direction, the bending moment in the x direction, right? And what about MY? MY is equal to alpha y into W load into LX squared. രണ്ടിലും LX തന്നെയാണ്, ഷോർട്ടർ സ്പാൻ തന്നെയാണ് എടുക്കേണ്ടത്. Okay, so these are the moments in the x and y directions. ഇത് കാൽക്കുലേറ്റ് ചെയ്യണം, MX and MY. So for this, എന്താണ് ഈ ആൽഫ? മൊമെന്റ് കോയിഫിഷ്യൻസ് ആണ്, or coefficients of moments ആണ്. ഇതെങ്ങനെയാണ് കിട്ടുന്നത്? ആൽഫ എക്സ് ആൻഡ് ആൽഫ വൈ, that is from the code. So refer code, from the code table 26, condition 9. എന്താണ് condition 9? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ വീഡിയോയിൽ കുറേ കണ്ടീഷൻസ് പഠിച്ചു അല്ലേ? all the 4 edges continuous, 2 edges ഡിസ്കണ്ടിന്യൂസ്, 3 edges ഡിസ്കണ്ടിന്യൂസ്, 2 adjacent and ഡിസ്കണ്ടിന്യൂസ് എന്ന് പറഞ്ഞിട്ട് കുറേ ഒരു 10 കണ്ടീഷൻസ് പഠിച്ചു. ഇതിൽ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന കണ്ടീഷൻ ഏതാണ്? 4 edges discontinuous. നമ്മുടെ സ്ലാബ് all the 4 edges are discontinuous and the corners held down എന്നുള്ളൊരു അസംഷനാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ടോർഷണൽ റീഇൻഫോഴ്സ്മെന്റ് കൂടി ഡിസൈൻ ചെയ്യണം. കോർണറിൽ നമുക്ക് ഹെൽഡ് ഡൗൺ ആണെങ്കിൽ ഇവിടെ എന്ത് വേണം? ടോർഷണൽ. എന്തുകൊണ്ടാണ് ഹെൽഡ് ഡൗൺ ആവുന്നത്? ഡ്യൂ ടു ടോർഷണൽ സ്ട്രെസ്സസ്. അപ്പോൾ അതുകൊണ്ട് ഇതും കൂടെ നമ്മൾ ലാസ്റ്റ് ഡിസൈൻ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ വേണ്ടത് ആൽഫ എക്സ് ആൻഡ് ആൽഫ വൈ. അതെങ്ങനെയാണ് കിട്ടുന്നത്? റിമെമ്പർ ടേബിൾ 26 ആൻഡ് കണ്ടീഷൻ 9. ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് Ly by Lx. നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. Ly by Lx is equal to നമുക്ക് കിട്ടിയത് 1.25 ആയിരുന്നു അല്ലേ? 1.25. അപ്പോൾ നിങ്ങൾ ആ ടേബിൾ 26 നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇവിടെ 1.2 കഴിഞ്ഞാൽ പിന്നെ 1.3 ആയിരിക്കും, 1.4 അങ്ങനെയുള്ള റേഞ്ചിലാണ് നമുക്ക് വാല്യൂസ് കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ വാല്യൂസ് ആൽഫ എക്സ് ആൻഡ് ആൽഫ വൈ. ഓക്കെ, അപ്പോൾ ഇവിടെ 1.25 ആയതുകൊണ്ട് അത് രണ്ടിൻ്റെയും കൂടി ആവറേജ് എടുക്കുക. 1.2, 1.3 ആ രണ്ട് വാല്യൂ കിട്ടുന്നതിന്റെ ഒരു ആവറേജ് എടുക്കുമ്പോൾ ആൽഫ എക്സിന്റെ വാല്യൂ 0.075 എന്ന് കിട്ടും. റെഫർ ദ കോഡ്, അതിൽ നിന്ന് കിട്ടുന്നതാണ് ഡയറക്റ്റ് ആയിട്ട് 0.075. പിന്നെ ആൽഫ വൈയുടെ വാല്യൂ ഏത് കണ്ടീഷൻ ആണെങ്കിലും സെയിം തന്നെയാണ്. ഇപ്പൊ നമ്മൾ കണ്ടീഷൻ 9 പറഞ്ഞു. ആ കണ്ടീഷൻ 9 ഈ ഫസ്റ്റ് ആൽഫ എക്സ് കാണാൻ വേണ്ടിയാണ്. ആൽഫ വൈ കാണുന്ന സമയത്ത് എല്ലാ കണ്ടീഷനും സെയിം തന്നെയാണ് വാല്യൂ. യു ക്യാൻ സീ ദാറ്റ് 0.056. അപ്പോൾ ഇതാണ് രണ്ട് വാല്യൂസ്, ആൽഫ എക്സ് ആൻഡ് ആൽഫ വൈ. ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാം? ബെൻഡിങ് മൊമെന്റ് ആൻഡ് ഷിയർ ഫോഴ്സ് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ നമ്പർ 5 നമ്മൾ ഇത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അടുത്തത് 6 നമുക്ക് കാണേണ്ടത് മാക്സിമം ബെൻഡിങ് മൊമെന്റ് ആൻഡ് മാക്സിമം ഷിയർ ഫോഴ്സ് ആണ്. മാക്സിമം ബെൻഡിങ് മൊമെന്റ് MUX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഡയറക്ഷനിലുള്ള മാക്സിമം ബെൻഡിങ് മൊമെന്റ്. എക്സും വൈയും രണ്ട് ഡയറക്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ MUX is equal to എന്താണ് ഫോർമുല? ആൽഫ എക്സ് ഇൻറ്റു WU ഇൻറ്റു LX സ്ക്വയർഡ് ഈസ് ഈക്വൽ ടു, അപ്പോൾ ആൽഫ എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടി
Alpha x ന്റെ വാല്യൂ എത്രയാണ്? 0.075 into what is the ultimate load? Ultimate load നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ടോട്ടൽ കണ്ടു 14.43 into Lx. Lx എത്രയാണ് നമ്മൾ എടുത്ത? Lx എന്ന് പറഞ്ഞാൽ അത് ക്ലിയർ അല്ല എടുക്കേണ്ടത്. ഇഫക്റ്റീവ് സ്പാൻ 4.16 സ്ക്വയർഡ്. റൈറ്റ്? അതാണ് ബെൻഡിങ് മൊമെന്റ് ഇൻ ദ എക്സ് ഡയറക്ഷൻ. അത് 18.85 കിലോ ന്യൂട്ടൺ മീറ്റർ കിട്ടുമെന്ന് ചെയ്യുമ്പോൾ 18.85. Similarly, mu y is equal to alpha y into w into Lx squared തന്നെയാണ്. Lx ഇത് മാത്രം മാറും. alpha y. What is alpha y? 0.056 into w is the same, total load 14.43 into അവിടെയും Lx squared തന്നെയാണ് എടുക്കേണ്ടത് 4.16 squared. Okay, so that value is equal to 13.98 kilonewton meter. Bending moment in the x direction, bending moment in the y direction. Okay, ഇപ്പോൾ രണ്ട് മൊമെന്റും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇതിൽ കാണണം. കാരണം രണ്ട് ഡയറക്ഷനിലും നമ്മൾ മെയിൻ റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യാം. രണ്ട് ഡയറക്ഷനിലേക്കും മൊമെന്റ് വരും, ലോഡിന്റെ ഷെയറിംഗ് വരുന്നുണ്ട്. സെറ്റ് ഓക്കെ. നൗ ബെൻഡിങ് മൊമെന്റ് കണ്ടു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഷിയർ ഫോഴ്സ് കാണാം. VUX അല്ലേ, ഷിയർ ഫോഴ്സ്. ഇപ്പൊ ഷിയർ ഫോഴ്സ് നമ്മൾ അല്ലെങ്കിൽ വി എന്ന് മാത്രം എഴുതിയാൽ മതി. അത് എക്സ് ആയാലും വൈ ആയി കഴിഞ്ഞാലും ദ സെയിം. എന്താണ്? വാട്ട് ഇസ് ദ മാക്സിമം ഷിയർ ഫോഴ്സ് നമ്മൾ എടുക്കുന്ന വൺ വേ സ്ലാബ് ആകുമ്പോൾ എത്രയാണ് എടുക്കുക? WL/2 അല്ലേ. WL ആണ് ടോട്ടൽ ലോഡ്, അതിന്റെ പകുതി ആയിരിക്കും സപ്പോർട്ടിൽ. മാക്സിമം SF നമ്മൾ പഠിച്ചില്ലേ, മാക്സിമം SF രണ്ട് സപ്പോർട്ടിലായിരിക്കും മാക്സിമം SF ഉണ്ടാവുക, WL/2. അപ്പൊ ഇവിടെ WU എത്രയാണ്? WU the maximum load 14.43 into 14.43 into Lx/2. What is Lx? 14.43 into 4.16 divided by W into L divided by 2. അതാണ് മാക്സിമം SF നമുക്ക് കിട്ടുന്നത്. അത് 30.01 kilonewton total shear force. So the maximum shear force and the maximum bending moments in the x and y directions are calculated. ഇതാണ് ആറാമത്തെ സ്റ്റെപ്പ്. Now number 7 എന്തായിരുന്നു നമ്മൾ ചെയ്തത്? D required. എന്താണ്? ഇഫക്റ്റീവ് ഡെപ്ത് റിക്വയർഡ്. നമുക്ക് നേരത്തെ ഇഫക്റ്റീവ് ഡെപ്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് 160 mm ഇഫക്റ്റീവ് ഡെപ്ത് ആൻഡ് ഓവറോൾ ഡെപ്ത് 185 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചു. അത് സഫീഷ്യൻ്റ് ആണോ അല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യണം അല്ലേ. അത് സഫീഷ്യൻ്റ് ആണോ അല്ലേ എന്നുള്ളത് നമ്മളെങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? ഡി റിക്വയർഡ് വിനോ. നമുക്ക് നേരത്തെ മാക്സിമം MU കിട്ടിയിട്ടുണ്ട്. ഏതാണ്? ഇതിൽ രണ്ട് മാക്സിമം എടുക്കേണ്ടത് 18.85 kilonewton meter ആണ് മാക്സിമം BM ആയിട്ട് എടുക്കുന്നത് അല്ലേ. അപ്പോൾ എന്താണ് അതിൻ്റെ ഫോർമുല? ദാറ്റ് MU is equal to for our material properties 0.138 FCK BD square. ഇതെല്ലാം കഴിഞ്ഞിൽ ചെയ്ത പോലെ തന്നെ 0.138 FCK BD square ആണ് as per our material properties അല്ലേ. The maximum bending moment MU is equal to ultimate moment of resistance MU is equal to 0.138 FCK BD square. ഇതിൽ നിന്നും D കാണും. അതിൽ നിന്നും D കാണുമ്പോൾ അതാണ് D required. D required where FCK is equal to how much? FCK എത്രയാണ് നമ്മൾ എടുത്തത്? 20 Newton per mm square. M20 മിക്സ് ആയിരുന്നല്ലോ. അപ്പോൾ FCK 20 and B എത്രയാണ് നമ്മൾ എടുക്കുന്നത്? 1001 meter into D square. അതിൽ നിന്ന് നമ്മൾ എന്ത് കാണണം? D required കാണുമ്പോൾ 82.64 കിട്ടും. 82.64 mm which is greater than 160. 160 ആയിരുന്നു നമ്മൾ സെലക്ട് ചെയ്ത് അസ്യൂം ചെയ്ത ഇഫക്റ്റീവ് ഡെപ്ത് as per the clauses from the code. We got it as 82.64 greater than 160. Hence it is okay. Hence our assumption is okay. The depth, the effective depth selected for the slab is okay. Right? So the effective depth we have checked. The required effective depth. Now, number 8. എന്താണ് നമ്മൾ ചെയ്തത്? വൺ വേ സ്ലാബ് ആകുമ്പോൾ നമ്മൾ AST ആണ് കണ്ടത്. ഏരിയ ഓഫ് സ്റ്റീൽ റിക്വയർഡ്, ഏരിയ ഓഫ് ടെൻഷൻ സ്റ്റീൽ ആൻഡ് ഏരിയ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ സ്റ്റീൽ. ഇത് രണ്ടുമാണ് കണ്ടത്. പക്ഷേ ഇവിടെ നമുക്ക് എന്ത് വേണം? AST എക്സ് ഡയറക്ഷനിലും മെയിൻ സ്റ്റീലാണ്, വൈ ഡയറക്ഷനിലും മെയിൻ സ്റ്റീലാണ്. അപ്പോൾ ഇത് രണ്ടിലും നമ്മൾ AST കാണണം. AST ഇൻ ദ എക്സ് ഡയറക്ഷൻ ആൻഡ് വൈ ഡയറക്ഷൻ.
അപ്പോൾ ആദ്യം നമ്മൾ AST x ഡയറക്ഷനിലുള്ളത് AST x എന്ന് കൺസിഡർ ചെയ്യാം. AST x അത് നമുക്ക് കാണാം. അതേപോലെ y ഡയറക്ഷനിലും AST y കാണണം. ഇതെങ്ങനെയാണ് നമ്മൾ കണ്ടത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ വൺ വേ സ്ലാബിന്റെ ഡിസൈൻ ചെയ്ത് അതേപോലെ തന്നെ MUX is equal to 0.87 Fy AST 0.87 Fy AST into D into 1 minus the formula into 1 minus Fy AST divided by FCK into BD divided by FCK BD. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 0.87 Fy is given 415 അല്ലേ? AST ആണ് നമുക്ക് കാണേണ്ടത്. D we know, 1 minus Fy we know, AST is unknown, FCK B and D is unknown. അപ്പോൾ ഇതിൽ ഒരേ ഒരു വാല്യൂ മാത്രമാണ് അൺനോൺ ആയിട്ടുള്ളത്, AST, റൈറ്റ്? അതിൽ നിന്ന് AST x കിട്ടും. ഇതിൽ നിന്ന് AST x ഡയറക്ഷനിലുള്ള ഏരിയ ഓഫ് സ്റ്റീൽ AST x is equal to 341.41 mm squared. അപ്പോൾ ഏരിയ ഓഫ് സ്റ്റീൽ കിട്ടി. മൊത്തം x ഡയറക്ഷനിലുള്ള ഏരിയ ഓഫ് സ്റ്റീൽ 341.41 mm സ്ക്വയർഡ് ആണ്. ഇനി നമ്മൾ അസ്യൂം ചെയ്യുന്നത് 10 mm ഡയാബാർസ് ആണ്. ഇപ്പോൾ സ്ലാബിൽ നമ്മൾ സാധാരണയായിട്ട് അസ്യൂം ചെയ്യുന്നത് 10 mm ഡയാബാർസ് ചെയ്താൽ മതി. മെയിൻ x ഡയറക്ഷനിൽ, y ഡയറക്ഷനിൽ വേണമെങ്കിൽ 8 mm ഡയാബാർസ് നമുക്ക് അസ്യൂം ചെയ്യാം. സോ അസ്യൂമിങ് 10 mm ഡയാബാർസ് അസ്യൂം ചെയ്യുകയാണെങ്കിൽ എന്താണ് നമുക്ക് വേണ്ടത്? ഇനി നമ്മൾ ഡയമീറ്റർ സെലക്ട് ചെയ്തു, ടോട്ടൽ ഏരിയയും കിട്ടി. അപ്പോൾ നമുക്കിനി സ്പേസിങ് കാണണം. സ്പേസിങ് S എങ്ങനെ S കാണാം? AST സ്മോൾ AST ബൈ ക്യാപിറ്റൽ AST into what? Into 1000 അല്ലേ? 1 meter. AST divided by AST into 1000. അപ്പോൾ ഇത് ഏതാണ് AST? ഒരു ബാറിന്റെ ഡയമീറ്റർ π/4 into 10 square. π/4 into 10 square divided by AST x നമുക്ക് കിട്ടി 341.41 equals π/4 into 10 square divided by 341.41 into 1000 space. That's equal to 230 mm. അത് ചെയ്യുമ്പോൾ 230 mm. അപ്പോൾ ഇതൊരു ക്ലോസ് ആണ് അല്ലേ? രണ്ടാമത്തെ ക്ലോസ് എന്താ നമ്മൾ പഠിച്ചത്? 3D അല്ലേ? രണ്ടാമത്തത് 3 times effective depth, that is 3 into 160 is equal to 480 mm. രണ്ടാമത്തത്. മൂന്നാമത്തത് എന്തായിരുന്നു? C. മൂന്നാമത്തെ ക്ലോസ് എന്തായിരുന്നു? 300 mm. ഇതില് മിനിമം ഏതാണെന്ന് നോക്കണം. നമുക്ക് കിട്ടിയത് ഫസ്റ്റ് വൺ 230, രണ്ടാമത്തത് 480, മൂന്നാമത് 300. ഔട്ട് ഓഫ് ദിസ് 230 mm ആണ് മിനിമം. സോ പ്രൊവൈഡ് 10 mm ഡയാബാർസ് at 230 mm center to center. 10 mm ഡയാബാർസ് 230 mm center to center in the x direction. അല്ലേ? ഷോർട്ടർ സ്പാൻ. അതേപോലെ നെക്സ്റ്റ് ലോങ്ങർ ഡയറക്ഷനിലുള്ള AST y കാണണം. ഇതിപ്പോൾ AST x ആണ്. ഇപ്പോൾ AST y കാണാൻ എന്ത് ചെയ്യണം? ഇതേ ഫോർമുല തന്നെ. എന്താണ്? AST y is equal to എന്താ വരിക? AST y is equal to the same formula അല്ലേ? നമ്മൾ MU എടുത്തില്ലേ? മാക്സിമം MU is equal to MU ഇപ്പോൾ y ആണ് എടുക്കേണ്ടത് മാത്രം. MUy is equal to AST y കാണാൻ MUy is equal to same formula 0.87 Fy AST into D into 1 minus Fy AST divided by FCK BD. ഇതേ ഫോർമുല തന്നെ. ഇതിലെന്താ വ്യത്യാസം? ഇവിടെ ഇത് മാത്രം വ്യത്യാസം. MUy അല്ലേ? MUy നമുക്ക് എത്രയാണ് കിട്ടിയത്? നേരത്തെ ആ വാല്യൂ ആണ് ഇവിടെ എടുക്കേണ്ടത്. എത്രയായിരുന്നു കിട്ടിയത്? 13.98 ആയിരുന്നു. 13.98 കിലോന്യൂട്ടൺ മീറ്റർ ആണ് നമുക്ക് MUy കിട്ടിയത്. അപ്പോൾ that value is equal to how much? 0.87 into 415 into AST unknown into effective depth 160 into 1 minus 415 into AST divided by 20 into 1000 into 160. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നേരത്തെ അതേപോലെ തന്നെ ഒരേ ഒരു ചേഞ്ച് MUy മാത്രം ഇവിടെ എടുക്കണം. MUxന് പകരം MUy എടുക്കണം. ഓക്കെ? എന്നിട്ട്
അത് കിട്ടിക്കഴിഞ്ഞാൽ ആ ഏരിയ കിട്ടിയാൽ അവിടെ നമുക്ക് സേ പ്രൊവൈഡിങ് 8 mm ഡയാ ബാർസ് ആണ് അസ്യൂം ചെയ്യുന്നതെങ്കിൽ അതിന്റെ സ്പേസിംഗ് ഇതേപോലെ തന്നെ കാണാം. എ സ്പേസിംഗ് AST/AST. അപ്പൊ π/4 ഇൻറ്റു 8 സ്ക്വയർഡ് ഡിവൈഡഡ് ബൈ എത്രയാണോ ASTY കിട്ടിയത് ഇൻറ്റു 1000. അത് ഫസ്റ്റ് അല്ലേ, നമ്മുടെ കണ്ടീഷൻ നമ്പർ 1. നമ്പർ 2 ബി എടുക്കുന്നത് എന്താണ്, അതേപോലെ തന്നെ 3 times the diameter, the effective depth and 300. അതിൽ മിനിമം വാല്യൂ ഏതാണ് അത് സ്പേസിംഗ് കൊടുക്കുക. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് 8 mm ഡയ എത്ര സ്പേസിംഗിലാണ് y ഡയറക്ഷനിലേക്ക് കൊടുക്കേണ്ടത്, മെയിൻ സ്റ്റീൽ. ഇപ്പോൾ 2 ഡയറക്ഷനിലും നമ്മൾ കൊടുക്കുന്നത് മെയിൻ സ്റ്റീലാണ്, ASTX ആൻഡ് ASTY. ASTXൽ നമ്മൾ സെലക്ട് ചെയ്ത് 10 mm ഡയ ബാർസ്, മറ്റതിൽ 8 mm ഡയ ബാർസ് 2. ഓക്കെ, ഇതാണ് നമുക്ക് ഏരിയ ഓഫ് സ്റ്റീൽ വരെയുള്ള അതിൻ്റെ ഡിസൈൻ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്തത് നമ്പർ 5, 6, 7 and 8. നമ്പർ 5 വന്നത് ലോഡിൻ്റെ കാൽക്കുലേഷൻ ശേഷം നമ്പർ 5 കാൽക്കുലേഷൻ ഓഫ് ദി മാക്സിമം BM ആൻഡ് മാക്സിമം SF. ഇപ്പോൾ ഇവിടെ 2S ലാബ് ആയതുകൊണ്ട് α_x ഉം α_y കാണണം ആസ് പെർ ദ റേഷ്യോ LY/LX, റൈറ്റ്, ഫ്രം ദ കോഡ്. അത് കണ്ടിട്ട് വേണം 2 ഡയറക്ഷനിലേക്കുള്ള ബെൻഡിങ് മൊമെന്റ്സ് കാണാൻ, MUX ആൻഡ് MUY. ദെൻ ഷിയർ ഫോഴ്സ് എന്താണ്, W × LX/2 എന്നുള്ള ഫോർമുല ഉപയോഗിച്ച് മാക്സിമം ഷിയർ ഫോഴ്സും കാണാം. നമ്മൾ ഷിയർ ചെക്ക് ചെയ്യാനാണ്, അത് പിന്നെ എടുക്കും. അതാണ് നമ്പർ 5 നമ്മൾ ചെയ്തത്, 5 and 6 നമ്മൾ ചെയ്തത്. പിന്നെ 7 ഡെപ്ത് റിക്വയർഡ് അല്ലേ, ഇഫക്റ്റീവ് ഡെപ്ത് റിക്വയർഡ് എത്രയാണെന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്തു. അത് നമുക്ക് സഫീഷ്യൻ്റ് ആണെന്ന് കിട്ടി. 82.64 greater than 160 mm we have assumed, so that is okay. അത് കഴിഞ്ഞാൽ പിന്നെ ASTX and ASTY, area of steel in the X direction and area of steel in the Y direction. By using the same formula, അതിൽ ഒരേ ഒരു ചേഞ്ച് രണ്ടിലും എടുക്കുമ്പോൾ പിന്നെ ASTX കാണുമ്പോൾ MUX എടുക്കണം, ASTY കാണുമ്പോൾ MUY എടുക്കണം. ഓക്കെ, അപ്പോൾ X ഡയറക്ഷനിൽ ഷോർട്ടർ സ്പാനിൽ നമ്മൾ 10 mm ഡയമീറ്റർ അസ്യൂം ചെയ്യുമ്പോൾ ലോങ്ങർ സ്പാനിൽ 8 mm ഡയമീറ്റർ ബാർസ് അസ്യൂം ചെയ്യുക, അതിൻ്റെ സ്പേസിംഗ് കാണാം. ഇറ്റ്സ് ഓക്കെ. ഇനി ഇതിൻ്റെ ബാക്കി വരുന്ന ചെക്കിംഗ് ആണ്, ചെക്കിംഗ് ഷിയർ ഡിഫ്ലക്ഷൻ എക്സെട്ര, ദാറ്റ് വിൽ ഡു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ഇറ്റ്സ് ഓക്കെ, ക്ലിയർ, റൈറ്റ്. താങ്ക് യു, വൺ ആൻഡ് ഓൾ.